ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഓംലേറ്റ് ആണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിക്കായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് സവാള, ക്യാപ്സിക്കം, അത് ഞാൻ റെഡ് ക്യാപ്സിക്കും യെല്ലോ ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, അതുപോലെ തന്നെ ഒരു തക്കാളി കേട്ടോ. ഇതൊക്കെയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. സവാള ഒരെണ്ണമാണ്, അതുപോലെ തന്നെ ക്യാപ്സിക്കങ്ങളാണെങ്കിലും റെഡ് ക്യാപ്സിക്കം ഒരെണ്ണം, യെല്ലോ ക്യാപ്സിക്കം ഒരെണ്ണം, തക്കാളി ഒരെണ്ണം, കുറച്ച് മല്ലിയില. ഇതാണ് ഇതിൻ്റെ അളവ്. അപ്പോൾ നമുക്ക് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഇതുപോലത്തെ ബ്രെഡില്ലേ, ഇത് നമുക്ക് ബ്രെഡിലും ചെയ്യാം, അതുപോലെ തന്നെ ബണ്ണില്ലേ വട്ടത്തിൽ കിട്ടുന്ന അതും വെച്ച് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തവ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തവ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഈ ടൈമിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണമെന്നില്ല, ബട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബട്ടർ ആണെങ്കിൽ ബട്ടർ, അങ്ങനെ നെയ്യാണെങ്കിൽ അങ്ങനെയും. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ താല്പര്യം പോലെ. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു മാത്രം. കാരണം വെച്ചാൽ അറിയാമല്ലോ, ഞാൻ അത്ര ബട്ടറും നെയ്യൊന്നും ഇഷ്ടമല്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു മാത്രം. ജസ്റ്റ് ഇതുപോലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ബ്രെഡിൻ്റെ രണ്ട് സൈഡ് നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ ഒരു സൈഡ് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ബ്രെഡിൻ്റെ രണ്ട് സൈഡ് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് പകർത്തി വയ്ക്കാം. ഇതേപോലെ ബാക്കിയുള്ള ബ്രെഡും ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതേ ബ്രെഡ് എല്ലാതും ചൂടാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ടയാണ് ഞാൻ ഒരു സെറ്റിലേക്ക് എടുക്കുന്നത്. അപ്പോൾ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, തക്കാളി, മല്ലിയില, അതുപോലെ തന്നെ ക്യാപ്സിക്കല്ലേ യെല്ലോ, റെഡ്, അതിൽ നിന്നൊക്കെ കുറേശ്ശെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട നല്ല പോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തവ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇതിൻ്റെ പിന്നാലേക്കായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിൽ തൂവി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഓംലെറ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ ഓംലെറ്റിൻ്റെ 2 സൈഡും ബ്രെഡിൻ്റെ മുകളിലേക്കായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് മടക്കി വെക്കാം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് 2 ബ്രെഡും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ ഈ ചട്ടകം വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഫൈനലായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുരുമുളക് പൊടി കുറച്ച് തൂവിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് ഓംലെറ്റും കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക്
അടിച്ചു വെച്ചിട്ടുള്ള മുട്ട ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളെടുത്ത് ചൂടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് വയ്ക്കുക. കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓംലെറ്റ് ഒന്നായതിനു ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് നോക്കാം. അതിനുശേഷം ഓംലെറ്റിൻ്റെ 2 സൈഡും ബ്രെഡിൻ്റെ മുകളിലേക്കായിട്ട് വരുന്ന രീതിയിൽ മടക്കി വയ്ക്കുക. ചൂടാക്കി വെച്ചിട്ടുള്ള 2 ബ്രെഡ് വീണ്ടും നമുക്കിതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. വീണ്ടും കുറച്ച് കുരുമുളക് പൊടി തൂവി കൊടുക്കുക. ഈ 2 ബ്രെഡിനെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ കയ്യിലോണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാനിതൊരു പ്ലേറ്റിലേക്ക് പകർത്തി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റിയുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബട്ടറോ അതുപോലെ തന്നെ നെയ്യൊക്കെ ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം അത് ഒഴിച്ചിട്ട് നമുക്ക് ഈ ബ്രെഡ് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമുള്ള കാരണമാണ് ഞാനത് വെളിച്ചെണ്ണയിൽ ചൂടാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.